എവിടെ പോലും പെണ്ണ് വീട്ടിൽ പ്രൊഫഷണൽ അതല്ലേ എന്താ പപ്പ മറ്റു നോക്കാലോ നമുക്ക്. എടാ കുട്ടി വാര്യത്ത് ദിവാകരന്റെ അല്ലാ ആ കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടേ. ഓനൊന്നും ഇങ്ങോട്ട് വിളിക്കോ ജി. അല്ല എന്റെ ദിവാകരന്റെ മോനാ. ഇന്റെ വലിയ ചെങ്ങായിയാ ദിവാകരൻ. ഇവിടെ ഇരുന്നാ ഇരിക്ക്. അല്ല എന്താ ഇപ്പൊ അച്ഛന്റെ പാട്? അച്ഛന് കൊഴപ്പല്ല, നടക്കാനൊന്നും വയ്യ. ഇതന്നെ ഞാനും എന്റെ അച്ഛനും കൂടിയിട്ട് കുളിക്കാനും ഇതിനൊക്കെ ഇപ്പൊ ഒരുമിച്ച് ഇപ്പൊ കുളത്തിലൊക്കെ പോയതാ അടക്ക പറിക്കാനും. അതൊക്കെ ഒരു കാലം. അന്ന് കുമരലൂർ ഒരു പ്ലാസ തിയേറ്റർ ഉണ്ട്. അനക്ക് ഓർമ്മ ഉണ്ടാ പ്ലാസ തിയേറ്റർ? ഇത് അങ്ങനത്തെ സിനിമ അല്ലടോ, ഇത് അങ്ങനത്തെ സിനിമ അല്ല. ഇതിന്റെ ചെങ്ങായിയേ ഓനും കൂടിയിട്ട് എത്ര സിനിമക്ക് പോയിട്ട് ചിട്ടാ. പടിഞ്ഞാറങ്ങാടിയും എടപ്പാളൊക്കെ വലിയ ടൗണുകളൊക്കെ ആയത്. അങ്ങനൊക്കെ ആ പ്രസരിപ്പും ആ ഉഷാറൊന്നും ഇവന് കിട്ടിയിട്ടില്ല. അച്ഛന് വലിക്കുമായിരുന്നു നല്ലോ പണ്ടൊക്കെ. ഇപ്പോഴും വലിണ്ടാ? അത് കിട്ടിയിട്ടുണ്ട്, വലിയുണ്ട്, തമ്പാക്കുണ്ട്, പിന്നെ ഇടയ്ക്ക് കുറച്ച് കുടിക്കും ചെയ്യും. അതൊന്നും നല്ല കാര്യങ്ങളല്ല ഇപ്പൊ കിട്ടിയിരിക്കണത്. ജീവിതത്തിൽ നല്ലത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇവര്. ഇതൊന്ന് മുണ്ടാണ്ടിരുന്ന ഏതാ ചോറയിട്ടെ. പോയിക്കോ. സർഫ് പൊടിയാ കുട്ടിയെ. ഔക്കർക്കാർക്ക് എന്റെ കുട്ടിയൊരു ഉപകാരം ചെയ്യോ? റോഡിന്റെ കാര്യല്ലേ? റോഡൊന്നല്ല, ലൈഫ് എടുക്കുമ്പോ ഞാൻ നടക്കാനൊന്നും പോണില്ല. ഓന്റെ അച്ഛനൊന്ന് എന്റെ അടുത്തൊന്ന് കൊടുന്ന് ഇരുത്തി തരുമോ? എന്റെ ചെങ്ങായിയാ. അതൊന്നും നടക്കാൻ പോണില്ല. എടാ ഉമ്മേശേ, ഈ അതൊന്നും എഴുതി കിട്ടോ അവന്റെ അച്ഛനെ കൊണ്ടുവരുന്ന കാര്യേ. എഴുതേണ്ട കാര്യമല്ലല്ലോ, നടത്തിക്കേണ്ട കാര്യല്ലേ. അതുപോലെ അച്ഛനൊന്ന് കൊണ്ടുവരാൻ നോക്കണം കേട്ടോ. ഈ അമ്മോട് ചോദിച്ചിട്ടുള്ള വേണ്ട, അല്ലെങ്കിൽ ഞാൻ വരുന്നോട്. പിന്നെ ഇത് നമ്മളെ വലിച്ചു വിടണം. മറ്റേ അങ്ങനെ വണ്ടി വർക്ക് ചെയ്യുന്നില്ല ഉമ്മേശേ, അറിയാലോ.